പണം കൈകാര്യം ചെയ്യുന്നത് കണക്ക് കൂട്ടുന്നത് പോലെ എളുപ്പമുള്ള കാര്യമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എന്നാൽ ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ മനസ്സിന്റെ ഒരു കളിയാണ്. അപ്പോൾ മോർഗൻ ഹൗസലിന്റെ ദി സൈക്കോളജി ഓഫ് മണി എന്ന പുസ്തകം പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? സാമ്പത്തിക വിജയത്തിന് നമ്മുടെ ബുദ്ധിയേക്കാൾ പ്രധാനം നമ്മുടെ സ്വഭാവമാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതിന്റെ ഉത്തരം ചിലപ്പോൾ നിങ്ങളുടെ സാമ്പത്തിക ചിന്തകളെ മൊത്തത്തിൽ മാറ്റിമറിച്ചേക്കാം. കാരണം എന്താണെന്നറിയോ? പണത്തിന്റെ കാര്യത്തിൽ വലിയ വലിയ ഡിഗ്രികളേക്കാളൊക്കെ പ്രധാനം വേറൊരു കാര്യമാണ്. അപ്പോൾ ഈ പുസ്തകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം വ്യക്തമാക്കുന്ന വളരെ വ്യത്യസ്തരായ രണ്ടുപേരുടെ കഥയിലേക്ക് നമുക്ക് നേരെ പോകാം. ഒരു വശത്ത് ഒരു സാധാരണ തൂപ്പുകാരനായ റൊണാൾഡ് റീഡ്, മറുവശത്തോ ഹാർവാർഡിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങി സാമ്പത്തിക ലോകത്തിന്റെ ഏറ്റവും മുകളിലുള്ള റിച്ചാർഡ് ഫാസ്കോൺ. ഇവരുടെ ജീവിതങ്ങൾ തമ്മിൽ ശരിക്കും പറഞ്ഞാൽ ആകാശവും ഭൂമിയും പോലത്തെ വ്യത്യാസമുണ്ടായിരുന്നു. പക്ഷേ റൊണാൾഡ് റീഡ് മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ എത്ര രൂപയുണ്ടായിരുന്നു എന്നറിയാമോ? $8 മില്യൺ. അതെ, ഏകദേശം 60 കോടി രൂപയിലധികം. ഒരു സാധാരണ തൂപ്പുകാരൻ എങ്ങനെയാണ് ഇത്രയും വലിയൊരു സമ്പാദ്യമുണ്ടാക്കിയത്? ഇതിന്റെ കാരണം വളരെ ലളിതമാണ്. റീഡ് പതിറ്റാണ്ടുകളോളം വളരെ ക്ഷമയോടെ നിക്ഷേപിച്ചു. എന്നാൽ ഫസ്കോണോ കയ്യിൽ ആവശ്യത്തിലധികം പണമുണ്ടായിട്ടും പെട്ടെന്ന് പണക്കാരനാവാനുള്ള അത്യാഗ്രഹം കൊണ്ട് വലിയ റിസ്ക് എടുത്ത് അവസാനം പാപ്പരായി. ഇതിൽ നിന്ന് എന്താ മനസ്സിലാവുന്നത്? പണത്തിന്റെ കാര്യത്തിൽ നിങ്ങളുടെ തലച്ചോറിലെ അറിവിനേക്കാൾ എത്രയോ പ്രധാനമാണ് നിങ്ങളുടെ പെരുമാറ്റം. ചില ആളുകൾ പണം കൊണ്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ കാണുമ്പം നമുക്ക് ഇവർക്കെന്താ ഭ്രാന്താണോ എന്ന് തോന്നാറില്ലേ? എന്നാൽ ഈ പുസ്തകം പറയുന്നത് എന്താണെന്നറിയോ? ആരും ഭ്രാന്തന്മാരല്ല എന്നാണ്. അതെന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം. അതായത് നമ്മുടെ സാമ്പത്തിക തീരുമാനങ്ങളെയൊക്കെ രൂപപ്പെടുത്തുന്നത് നമ്മുടെ സ്വന്തം അനുഭവങ്ങൾ മാത്രമാണ്. ശരിക്കും ലോകത്ത് നടന്ന കോടിക്കണക്കിന് കാര്യങ്ങളിൽ വളരെ ചെറിയൊരു ഭാഗം മാത്രമേ നമ്മൾ ഓരോരുത്തരും കണ്ടിട്ടുള്ളൂ. എന്നിട്ട് പോലും നമ്മൾ വിശ്വസിക്കുന്നത് ലോകം ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ്. അതുകൊണ്ടാണ് പണത്തെക്കുറിച്ച് ഓരോരുത്തർക്കും ഇത്ര വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുണ്ടാകുന്നത്. ഇങ്ങോട്ട് നോക്കൂ. 1950 ജനിച്ച ഒരാൾ ചെറുപ്പത്തിൽ കാണുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് കുതിച്ചുയരുന്നതാണ്. പക്ഷേ 1970 ജനിച്ച ഒരാൾ കാണുന്നതോ അസ്ഥിരമായ ഒരു മാർക്കറ്റും. ഇവർ രണ്ടുപേരും ജീവിക്കുന്നത് ഒരേ ലോകത്താണ്. പക്ഷേ അനുഭവങ്ങൾ രണ്ടും രണ്ടായതുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിനെക്കുറിച്ചുള്ള അവരുടെ വിശ്വാസങ്ങളും തികച്ചും വ്യത്യസ്തമായിരിക്കും. ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഈ 401k പോലുള്ള നിക്ഷേപ പദ്ധതികളൊക്കെ വളരെ പുതിയതാണ്. അതായത് സാമ്പത്തിക കാര്യങ്ങളിൽ നമ്മളെല്ലാവരും ഇപ്പോഴും തുടക്കക്കാർ തന്നെയാണ്. അപ്പോൾ തെറ്റുകൾ പറ്റുന്നത് വളരെ സ്വാഭാവികമാണ്. ഇനി നമുക്ക് സാമ്പത്തിക വിജയത്തെ സ്വാധീനിക്കുന്ന, പക്ഷേ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന 2 കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. എന്തൊക്കെയാണെന്നല്ലേ? ഭാഗ്യവും പിന്നെ റിസ്ക്കും. ബിൽ ഗേറ്റ്സിനെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അദ്ദേഹത്തിന്റെ വിജയത്തിന് പിന്നിൽ വിശ്വസിക്കാൻ പറ്റാത്തൊരു ഭാഗ്യമുണ്ടായിരുന്നു. 1968 ലോകത്ത് കമ്പ്യൂട്ടറുള്ള വിരലിലെണ്ണാവുന്ന സ്കൂളുകളിൽ ഒന്നിലായിരുന്നു അദ്ദേഹം പഠിച്ചത്. അതൊരു ലോട്ടറി അടിക്കുന്നതുപോലെ തന്നെയല്ലേ? പക്ഷേ അതേപോലെ കഴിവുണ്ടായിരുന്ന ഗേറ്റ്സിന്റെ സുഹൃത്ത് കെന്റ് ഇവാൻസിന്റെ കഥ നേരെ തിരിച്ചായിരുന്നു. ഗേറ്റ്സിനൊപ്പം മൈക്രോസോഫ്റ്റ് തുടങ്ങേണ്ടിയിരുന്ന ആളാണ്. പക്ഷേ അദ്ദേഹം ഒരു പർവ്വതാരോഹണ അപകടത്തിൽ ചെറുപ്പത്തിലെ മരിച്ചുപോയി. അതും 10 ലക്ഷത്തിൽ 1 മാത്രം സംഭവിക്കാൻ സാധ്യതയുള്ളൊരു റിസ്ക് ആയിരുന്നു. അപ്പോൾ ഭാഗ്യവും റിസ്ക്കും ശരിക്കും ഒരു നാണയത്തിന്റെ 2 വശങ്ങൾ പോലെയാണ്. ഒരാളുടെ വിജയത്തിന് പിന്നിൽ ഭാഗ്യമുണ്ടെന്ന് നമ്മൾ സമ്മതിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പരാജയങ്ങൾക്ക് പിന്നിലും അതുപോലുള്ള ഘടകങ്ങൾ ഉണ്ടാകാമെന്നോർക്കണം. അതായത് ജീവിതത്തിലെ വിജയവും പരാജയവുമൊന്നും നമ്മൾ കരുതുന്നത്ര വലുതോ ചെറുതോ അല്ല. ഓക്കെ, അപ്പം നമ്മൾ പുറത്തുള്ള ശക്തികളെക്കുറിച്ച് സംസാരിച്ചു. ഇനി നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ഒരു വലിയ ഭീഷണിയിലേക്ക് വരാം. കയ്യിൽ ആവശ്യത്തിനുണ്ടായിട്ടും ഇനിയും വേണം എന്നുള്ള ആ ഒരു തോന്നല്. എത്രയൊക്കെ നേടിയാലും ഇനി മതി എന്ന് പറയാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ശരിക്കും ഒരു കെണിയിലാണ് പെടുന്നത്. ഒരിക്കലും തീരാത്ത ആഗ്രഹങ്ങളുടെ ഒരു കെണി. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ കാണുന്ന ഈ 2 പേർക്കും 100 കണക്കിന് $1 മില്യൺ ആസ്തിയുണ്ടായിരുന്നു. ഒരാൾ സ്വന്തം പ്രയത്നം കൊണ്ട് കോടീശ്വരനായി, മറ്റൊരാൾ വളരെ വിജയകരമായൊരു ബിസിനസ് നടത്തി. എന്നിട്ടും ഇനിയും വേണം എന്നുള്ള ആർത്തി കാരണം അവർ നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്ത് അവസാനം കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെടുത്തി. അപ്പം ഈ ഒരു ഓട്ടത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം? ഒന്നാമത്തെ കാര്യം, നമ്മുടെ ലക്ഷ്യങ്ങൾ എങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കരുത്. രണ്ടാമതായി, മറ്റുള്ളവരുമായി നമ്മളെ തന്നെ താരതമ്യം ചെയ്യുന്നത് നിർത്തുക. കാരണം അതൊരു ട്രെഡ്മില്ലിൽ ഓടുന്നത് പോലെയാണ്. നമ്മൾ എത്ര വേഗത്തിൽ ഓടിയാലും ഒരിക്കലും ഫിനിഷ് ലൈനിലെത്തില്ല. അപ്പോൾ ഇതുവരെ നമ്മൾ പെരുമാറ്റം, ഭാഗ്യം, ആഗ്രഹങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചു. ഇനി സമ്പത്തുണ്ടാക്കുന്നതിലെ ഏറ്റവും വലിയ രഹസ്യത്തിലേക്ക് വരാം. പലരും തെറ്റിദ്ധരിക്കുന്ന ഒരു വലിയ ശക്തിയെക്കുറിച്ച്. അതിനുത്തരം പറയുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, എന്തായിരിക്കും ആ രഹസ്യം? അദ്ദേഹത്തിന്റെ ഇൻവെസ്റ്റിംഗ് സ്കിൽസ് ആണോ? അദ്ദേഹം ഒരു ഗംഭീര നിക്ഷേപകൻ തന്നെയാണ്.
അതിലൊരു സംശയവുമില്ല. പക്ഷേ അത് കഥയുടെ ഒരു ഭാഗം മാത്രമാണ്. യഥാർത്ഥ രഹസ്യം അദ്ദേഹം എന്ത് ചെയ്തു എന്നതിലല്ല, മറിച്ച് എത്ര കാലം അത് തുടർന്നു എന്നതിലാണ്. ഈ സംഖ്യയൊന്ന് നോക്കൂ. 81.5 ബില്യൺ ഡോളർ. വാറൻ ബഫറ്റിന്റെ ഇന്നത്തെ സമ്പത്തിന്റെ 95% ഈ ഒരു തുകയാണ്. പക്ഷേ ഇത് എപ്പോഴാണ് അദ്ദേഹം സമ്പാദിച്ചതെന്നറിയാമോ? ഇതാണ് ഏറ്റവും ഞെട്ടിക്കുന്നൊരു കാര്യം. ബഫറ്റിന്റെ സമ്പത്തിന്റെ ഏതാണ്ട് മുഴുവൻ ഭാഗവും വന്നത് അദ്ദേഹത്തിന്റെ 65ാം പിറന്നാളിന് ശേഷമാണ്. ഇതാണ് കോമ്പൗണ്ടിങ്ങിന്റെ മാജിക്. നിങ്ങളുടെ പണം നിങ്ങൾക്കായി പണമുണ്ടാക്കി തുടങ്ങുന്ന ആ ഒരു പ്രതിഭാസം. അപ്പോൾ അദ്ദേഹത്തിന്റെ യഥാർത്ഥ രഹസ്യം അദ്ദേഹത്തിന്റെ കഴിവ് മാത്രമല്ല, മറിച്ച് ഇത്രയും കാലം ഈ കളിയിൽ പിടിച്ചു നിൽക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നതാണ്. സമയം, അതുതന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ രഹസ്യം. അപ്പോൾ ഈയൊരു അറിവ് വെച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഏറ്റവും കൂടുതൽ ലാഭം തരുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് കണ്ടുപിടിക്കുന്നതാണോ, അതോ വർഷങ്ങളോളം നിങ്ങൾക്ക് തുടരാൻ പറ്റുന്ന ഒരു സാമ്പത്തിക പദ്ധതി ഉണ്ടാക്കുന്നതാണോ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം? ഓർക്കുക, നിങ്ങളുടെ സമയമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ മുതൽ. അടുത്തൊരു വിശകലനവുമായി വീണ്ടും കാണാം.